പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാനും പ്രാർത്ഥിപ്പാനും ദൈവശബ്ദം കേൾക്കുവാനും കർത്താവ് വീണ്ടും ഒരുക്കിയ ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സന്തോഷമായി സുഖമായി കർത്താവ് അവിടെവിടങ്ങളിൽ നമ്മളെ പരിപാലിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഷാലോം ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ വഴികൾക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഒരുമിച്ച് ഇന്നത്തെ വചനത്തിനായിട്ട് പ്രാർത്ഥിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ കാതുകളിലല്ലപ്പ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പൻ്റെ വലിയ കരുണ ഞങ്ങളോട് കാണിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും അങ്ങയുടെ ശബ്ദത്തിൻ്റെ മാധുര്യം, ആ ശബ്ദം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം 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 അങ്ങ് ചെയ്തെടുക്കുമെന്നുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിലുള്ള ഒരു ശബ്ദത്തിനും ചെയ്യാൻ കഴിയാത്തത് അങ്ങയുടെ ശബ്ദത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഭൂമിയിലുള്ള പല ശബ്ദങ്ങളും ഞങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഞങ്ങളെ കെടുത്തി കളയുമ്പോൾ, ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രം അടച്ചു കളയുമ്പോൾ, ഞങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന, ഞങ്ങളെ കത്തിക്കുന്ന, ഞങ്ങളെ ഉയർത്തുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ദുഃഖത്തിന് പകരം ഹല്ലേലൂയ വെണ്ണീറിന് പകരം ഞങ്ങൾക്ക് അലങ്കാരമാല തരുന്ന വിധത്തിൽ ഹല്ലേലൂയ ചാരത്തിൽ നിന്നെന്ന പോലെ അങ്ങ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന ആ ശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വചനം നിമിത്തം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെ ഓർക്കുന്നു, എല്ലാ വിടുതലുകളെ ഓർക്കുന്നു. ഇന്നും കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വെച്ചിരിക്കുന്ന ആ വിടുതലുകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം തന്നെ തുടരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സദൃശവാക്യങ്ങളിൽ 23-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ് നാം ചിന്തിച്ചത്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം കൂടെ ചേർത്ത് പറഞ്ഞാൽ, നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടിരിക്കുക. അങ്ങനെയാണെങ്കിൽ if you keep yourself in the godliness, in the fear of God, if you stay within the commandment of God, in the will of God, for sure there is a future ahead of you and your hope will not be cut off. അതാണ് വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒരു പ്രത്യാശയുണ്ട്, നിശ്ചയമായിട്ടും ഒരു പ്രത്യാശയുണ്ട്. അതിനായിട്ട് നമുക്ക് സ്തോത്രം കരയറ്റാം. നാം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചു. ആ ചിന്തിച്ച കൂട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നാം ചിന്തിച്ചതാണ്. ദീർഘവർഷങ്ങൾ മണ്ണിനടിയിൽ കിടന്ന വിത്ത്, ആ വിത്തിനെ ഒന്ന് അടുത്ത് വിളിച്ചു നിർത്തി അതിനോട് ചോദിച്ചാൽ അത് പറയും, എനിക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുണ്ടായിരുന്നില്ല. ഞാൻ മണ്ണിനടിയിലായിരുന്നു, ആഴമുള്ള ഇരുട്ടിനടിയിലായിരുന്നു, വെള്ളത്തിനടിയിലായിരുന്നു. ഒരിക്കലും അഴുകിപ്പോകുമെന്നല്ലാതെ ഇനിയൊരു മുള പൊട്ടുമെന്ന് ഒരിക്കലും കരുതിയതല്ല. എന്നാൽ എൻ്റെ ഉള്ളിലെ ജീവൻ പോലും നഷ്ടപ്പെട്ടു, ഇനി പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ സമയത്ത് ഹല്ലേലൂയ, എൻ്റെ ഉള്ളിലെ ജീവനെ മുളപ്പിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. മുളച്ചു വാ പുല്ല്, മുളച്ചു വാ വിത്തുള്ള സസ്യമേ, മുളച്ചു വാ അതത് തരം ഫലം കൊടുക്കുന്ന വൃക്ഷമേ, മുളച്ചു വാ. സ്തോത്രം. കോടിക്കണക്കിന് വർഷങ്ങളായി യാതൊരു അനക്കവുമില്ല, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ദീർഘവർഷങ്ങൾ കഴിഞ്ഞു പോയെന്നിരിക്കാം. എല്ലാം അവസാനിച്ചു എന്ന് നാം തന്നെ ചിന്തിക്കാം.
നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഇനി ഒരു പ്രതീക്ഷയുടെ നാമ്പുണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നത്തക്ക വിധത്തിൽ കെട്ടുപോയിരിക്കാം. ഒരു കൊല്ലന്റെ ആലയിൽ ഒന്നും വേണ്ട, പണ്ട് കാലങ്ങളിൽ വീട്ടിലെ അടുക്കളയിൽ ചാരം മൂടിയിട്ടിട്ട് പോയി കിടന്നുറങ്ങുന്ന മാതാക്കളുണ്ടായിരുന്നു. ആ അടുപ്പിനെ ചെന്ന് നോക്കിയാൽ ഈ അടുപ്പിൽ തീയുണ്ടോ, ഈ അടുപ്പിൽ ഇനിയും പുകയുമോ, മൊത്തം കരിക്കട്ടയായില്ലേ എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ ഒരു ചെറിയ ചൂട് പോലും അവിടെ എങ്ങുമില്ലാത്ത വിധത്തിൽ തണുത്ത അടുപ്പിനെ ഒരു കുഴലുമായി അപ്രോച്ച് ചെയ്യുന്ന മാതാക്കളെ കണ്ടിട്ടുള്ളവർ ഈ ദൂത് കേൾക്കുന്നുണ്ടാവും. പുതിയ തലമുറയ്ക്ക് അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാതാവ് ധൈര്യത്തോടെയാണ് വന്ന് പ്രഭാതത്തിൽ കാഴ്ചയ്ക്ക് കരിക്കട്ട പോലെ ഇരിക്കുന്ന ആ കരിക്കട്ടകളുടെ ഇടയിൽ വിറകുകൾ എടുത്തു വെച്ച് ചാരം മാറ്റി ഊതാൻ തുടങ്ങുന്നത്. അല്പസമയം കഴിയുമ്പോൾ ഊതി ഊതി ആ കരിക്കട്ട കനൽക്കട്ടയാകുന്നതും അത് തീജ്വാലയാകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. കൊല്ലന്റെ ആലയിലെയും അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? പ്രഭാതത്തിൽ ആയുധങ്ങൾ മൂർച്ചയാക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമായി പലരും വരുമ്പോൾ അയ്യോ ഇവിടെ എന്തെങ്കിലും നടക്കുമോ, ഇനി എപ്പോ ഈ തീ കത്തിയിട്ടാണ് കാര്യങ്ങൾ നടക്കുക എന്ന് ചിന്തിക്കുന്നതിൻ്റെ നടുവിൽ കൊല്ലൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് വരുന്നതെന്നറിയാം. തൻ്റെ പണി ആരംഭിക്കാനായിട്ട് കാഴ്ചയിൽ അവിടെ ഒന്നും നടക്കാൻ സാധ്യതയില്ലെന്ന് തോന്നും. പക്ഷെ കൊല്ലൻ അറിയാം ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ തീപ്പൊരിയുടെ കഷ്ണമെങ്കിലും ഉണ്ടാവും. അതവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരൽപ്പം അതിനെ ഒന്ന് ജ്വലിപ്പിക്കാനായി ശ്രമിച്ചാൽ അത് ജ്വലിച്ചു വരും. ചുറ്റുപാടും നിൽക്കുന്ന ഈ ജനത്തിന്റെ ആവശ്യങ്ങൾ അത് നടത്തിക്കൊടുക്കും. ആയുധങ്ങളെ വീണ്ടും അത് മൂർച്ചയാക്കും. ഉരുക്കേണ്ടതിനെ ഉരുക്കും. അടിച്ച് കാച്ചി വീണ്ടും പുതിയ ആയുധങ്ങൾ കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങുവാൻ തക്കവണ്ണം പറ്റുന്ന ഒരു തീയുടെ പൊരി അവിടെയുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾ ഈ മണ്ണിനടിയിൽ ആഴത്തിലെ വെള്ളത്തിൽ കിടന്ന ആ വിത്തിനെ സംബന്ധിച്ചിടത്തോളം വിത്തിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ സൃഷ്ടാവിന്റെ ശബ്ദം, വിത്തിന്റെ സൃഷ്ടാവിന്റെ ശബ്ദം അതിന്റെ കട്ടിയുള്ള തോടിനെ പൊളിച്ചു മുള പൊട്ടുവാൻ സഹായിച്ചു. ഇനി മുള പൊട്ടിയാലും വേരിറങ്ങിയാൽ ഈ ചെളിക്കുണ്ടിനകത്ത് കോടിക്കണക്കിന് വർഷങ്ങൾ വെള്ളത്തിൽ കിടന്ന കുതിർന്നു കിടക്കുന്ന ഈ മണ്ണിനകത്ത് വേരുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം വരാൻ സാധ്യതയില്ലേ? ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവുമോ? അഥവാ എൻ്റെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കൊരു വക ഉണ്ടായാൽ ഞാൻ ഉറച്ചു നിൽക്കുമോ? എൻ്റെ വേര് ഒന്ന് താഴോട്ടിറക്കിയാൽ, ഞാനൊന്ന് കാൽ വെച്ചാൽ വഴുതാതെ നിൽക്കാൻ പറ്റുന്ന, ഒന്ന് ഉയർന്നു വരാൻ ശ്രമിച്ചാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സോയിലാണോ, ഒരു അറ്റ്മോസ്ഫിയറിലാണോ ഞാൻ ആയിരിക്കുന്നത്? സംശയമുള്ളവരുണ്ടോ? നിശ്ചയമായിട്ടും തമ്പുരാൻ അതിനുള്ള വഴികൾ ഒരുക്കും കേട്ടോ. ഇരുട്ടിനെ അകറ്റിക്കളഞ്ഞ് സ്വർഗം വെളിച്ചത്തെ വിളിച്ചു വരുത്തി. പിന്നീട് താൻ എന്ത് ചെയ്തു?
ഭൂമിയിലെ വെള്ളമെല്ലാം ഒരിടത്ത് കൂടട്ടെ എന്ന് കൽപ്പിച്ച് അതിനെ സമുദ്രമെന്നും ഭൂമിയെ ഉണങ്ങിയ നിലമാക്കി അതിന് ഭൂമിയെന്നും പേരിട്ടു. ഈ രണ്ട് പ്രോസസ്സിന് ശേഷമാണ് വിത്തിനോടുള്ള കൽപ്പന, മുളച്ചു വരട്ടെ എന്നുള്ള ദൈവശബ്ദം പുറപ്പെടുന്നത്. ദൈവമക്കളെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അടുക്കടുക്കായി പ്രവർത്തിക്കുന്നേ, അടുക്കായി പ്രവർത്തിക്കുന്നേ. സ്തോത്രം. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ പ്രത്യാശിക്കുന്ന ശുഭഭാവിക്ക് വേണ്ടി സ്വർഗം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്കതിനായിട്ട് സ്തോത്രം ചെയ്യാം, വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. വിത്തറിഞ്ഞില്ല വെളിച്ചം വന്നതും വെള്ളം മാറിയതും. കാരണം വിത്തുറങ്ങുകയായിരുന്നു. വിത്ത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് മണ്ണിനടിയിലായിരുന്നു. പക്ഷേ വിത്തിനെ ഉണർത്തുന്ന ശബ്ദം, അത് മുളയ്ക്കുമ്പോൾ അതിൻ്റെ റൂട്ട് താഴേക്കും ഷൂട്ട് മുകളിലേക്കും വരുമ്പോൾ ഉറപ്പിക്കില്ല, വേരിനെ ഉറപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് വാദിച്ചു നിന്ന പലതും അവിടെ ഇല്ല. ഇപ്പോൾ അത് ഒരു ഉണങ്ങിയ നിലമാണ്. അതിൽ നിന്ന് പുറത്തു വരുന്ന വേരിന് ഓടാൻ പറ്റുന്ന, അവിടെ ഉറച്ചു പിടിച്ചു നിന്നുകൊണ്ട് മുകളിലേക്ക് വളരാൻ കഴിയുന്ന, അതത് തരം ഫലം കൊടുക്കാൻ കഴിയുന്ന വിത്തുള്ളത്, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ചിലതുമായിട്ടാണ് അത് പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചൊന്ന് വിശ്വസിക്കാം. എന്നെ ഫലഭൂഷ്ടമായി നിർത്തുന്ന, എന്നെ നിറവോടെ നിർത്തുന്ന ഒരു ഭാവിയുണ്ട്. സ്തോത്രം. ദീർഘവർഷങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മലാഖി പ്രവചനത്തിലേക്ക് പോയാൽ നമുക്കറിയാം, പഴയ നിയമത്തിന്റെ അവസാന പ്രവചനങ്ങളിലൊന്നാണത്. മലാഖി പ്രവചനത്തിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷവും തമ്മിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ, യോഹന്നാൻ സ്നാപകന്റെ ഒക്കെ കാലഘട്ടം വരെയുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 400-ലധികം വർഷങ്ങളാണ്. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തിൽ പുറപ്പെട്ടു വന്ന ദൈവശബ്ദവും ദൈവിക വാക്തത്വവുമാണ് നാം വായിച്ചു കേട്ടത്. ഈ ശബ്ദം, ദിസ് ഈസ് എ പ്രോമിസ് ഫുൾ ഓഫ് ഹോപ്പ്, ഒത്തിരി പ്രതീക്ഷ നൽകുന്ന ഒരു വാക്തത്വമാണിത്. വാക്തത്വം കേട്ടു, പ്രവാചകൻ പ്രവചിച്ചു. 100 വർഷം കഴിഞ്ഞു, ഒരു തലമുറ കഴിഞ്ഞു, അടുത്ത 100-120 വർഷങ്ങൾ കഴിയുന്നു, അടുത്ത തലമുറ കഴിയുന്നു, വീണ്ടും അടുത്ത തലമുറ. ഈ പ്രവചനത്തിന് ശേഷം 4-ാം തലമുറ. ആ കാലഘട്ടത്തിൽ എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിക്കും. ഇനി ഇതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചിരിക്കും. പ്രവചനമൊക്കെ വ്യർത്ഥമായി പോയി. ഇനി ഇതുകൊണ്ട്, ഈ കേട്ട പ്രവചനങ്ങൾ കൊണ്ടും വായിക്കുന്ന കാര്യങ്ങൾ കൊണ്ടും എഴുതി വെച്ച തോറ കൊണ്ടും ഒന്നും, പ്രവചന പുസ്തകങ്ങൾ കൊണ്ടൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയോജനവുമില്ല എന്ന് താൻ കരുതുന്നതിന്റെ നടുവിൽ ഒരുപക്ഷെ ഈ വാക്തത്വം പോലും പലരുടെയും ഹൃദയങ്ങളിൽ നിന്ന് മറഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കും. ഓർമ്മയിൽ പോലും ഇതൊന്നുമില്ലാതിരിക്കുമ്പോൾ
ഇവിടെ ഇതാ വീണ്ടും ദൈവശബ്ദം പുറപ്പെട്ടു വരിക. ഒരു പ്രവാചകനിലൂടെ കേട്ട ശബ്ദം. അതിനുശേഷം ഏകദേശം 400 വർഷത്തോളം സ്വർഗം സംസാരിച്ചിട്ടില്ല. മൗനമായിരുന്ന ഒരു കാലഘട്ടം. ജനത്തിന്റെ അതിക്രമവും പാപവും ഒക്കെ നിമിത്തമാണ് ഇത് സംഭവിച്ചതെങ്കിൽ, ന്യായവിധിയുടെ വെള്ളം വീണതുകൊണ്ടാണ്, അല്ലെങ്കിൽ സാത്താനോടുള്ള, ലൂസിഫറിനോടുള്ള ദൈവത്തിന്റെ പ്രതികാരം എന്ന വണ്ണമാണ് ഈ കാലം അത്രയും സൃഷ്ടാവ് മിണ്ടാതിരുന്നതെങ്കിൽ, ഇവിടെ ഇതാ മനുഷ്യന്റെ തന്നെ കുഴപ്പം കൊണ്ട്, താൻ തിരഞ്ഞെടുത്ത ജാതിയുടെ തന്നെ നടപ്പിന്റെ ക്രമക്കേട് കൊണ്ട് ദൈവശബ്ദമില്ല. പക്ഷേ പിന്നീട് ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു വന്നപ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് അത് മനോഹരമായി എഴുതിയിരിക്കുന്നത് നാം കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ ആലയത്തിനകത്ത് വെച്ച് വീണ്ടും സ്വർഗം ശബ്ദിച്ചു തുടങ്ങിയിരിക്കും. ദീർഘവർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു പ്രവാചകനിലൂടെ പറഞ്ഞു നിർത്തിയിട്ട് ഇവിടെ ഇതാ ഒരു ദൂതനെ ഇറക്കി നേരിട്ട് ഒരു പുരോഹിതനോട് സംസാരിക്കുകയാണ്. സ്തോത്രം. പ്രവാചകൻ മരിച്ചു. പ്രവാചകന്റെ തലമുറകൾ പലതും കടന്നുപോയി. ഇസ്രയേൽ ജനത്തിൽ തന്നെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും മാറി മാറി വന്നു. ഇവിടെ ഇതാ ഒരു സാധാരണ പുരോഹിതനോട് സ്വർഗത്തിന്റെ ശബ്ദം വീണ്ടും വെളിപ്പെടുക. അവിടെ നാം വായിച്ചത്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പ് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ സംഹാര ശബ്ദം കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കുന്നതിനു മുമ്പ് ഞാൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോട് നിരപ്പിക്കും. നീണ്ട കാലഘട്ടത്തിന് ശേഷം ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു വന്നപ്പോൾ, ഇവിടെ ലൂക്കോസ് 1:17 വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുകളിലുള്ള ഭാഗങ്ങളിലൊക്കെ യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രവചനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. പറഞ്ഞവസാനിപ്പിച്ചിടത്ത് നിന്ന് തുടങ്ങുന്ന ദൈവം. ഏലിയ പ്രവാചകനെ കുറിച്ച്, ഒരു നിരപ്പിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞാണ് പഴയ നിയമം അവസാനിക്കുന്നതെങ്കിൽ, പുതിയ നിയമം ആരംഭിക്കുന്നത് ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കുന്ന, അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും വഴങ്ങാത്തവരെ നീതിബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരുവനെ ജനിപ്പിച്ചുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? നാം ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ടോപ്പിക് എന്ന് ഡൈവേർട്ടഡ് ആയാൽ, ഇപ്പോൾ പലപ്പോഴും അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിലരൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലത് പറഞ്ഞ് ഡൈവേർട്ടഡ് ആയി, ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത് എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? പലപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നയാൾ, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നയാൾ, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നയാൾ മറന്നുപോയാൽ കേൾവിക്കാർ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യരാരും ഓർമ്മിപ്പിക്കാതെ മാലാഖി പ്രവചനം വായിച്ച് നിർത്തിയിട്ട് പിന്നീടുള്ള ദൈവശബ്ദത്തെ ചേർത്ത് വെച്ച് പഠിച്ചാൽ ഒരു കോമയിട്ട് ആരംഭിക്കുന്നത് പോലെ മറന്നു കളയാതെ ഓർത്തിരുന്ന് അതേ പ്രവചനത്തിന്റെ ബാക്കി എന്ന വണ്ണം പുതിയ നിയമം ആരംഭിച്ച, പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും രണ്ട് കണ്ണികൾ ഇങ്ങനെ കോർത്തു നിന്നാൽ ഇത് വേറെ എങ്ങു നിന്നും വന്ന് ഏച്ചു വെച്ചതല്ല എന്ന് വ്യക്തമായി മനസ്സിലാകുന്ന വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
സ്വർഗത്തിലെ ദൈവം മനോഹരമായി കാര്യങ്ങൾ ചെയ്യുക. നാം വായിച്ച കുറിവാക്യം ഏതാണ്? Surely there is an end. For sure you have a future ahead of you. നിന്റെ ഭാവിയെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട്. നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടെ ഇരുന്നാൽ മതി. സ്തോത്രം. ഭക്തി വിട്ട് കളയാതിരുന്നാൽ മതി. കയ്യിലുള്ളത് വിറ്റ് കളയാതിരുന്നാൽ മതി. സ്തോത്രം. പ്രവാചക ശിഷ്യന്റെ ഭാര്യ അത്രയും ക്ഷാമം വന്നിട്ടും വീട്ടിനകത്ത് അല്പം എണ്ണ സൂക്ഷിച്ചു വെച്ചിരുന്നു. അടുത്ത പ്രവാചകനെ അഭിഷേകം ചെയ്യാനുള്ള തൈലക്കൂട്ടായിരുന്നിരിക്കുമോ? ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എണ്ണ വിറ്റ് കളഞ്ഞില്ല, എണ്ണ വിറ്റ് ഉപജീവിച്ചില്ല. ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെ പകർന്നത് വിൽക്കാൻ ഇൻസ്ട്രക്ഷൻ വന്നപ്പോഴാണ് അത് വിറ്റത് കേട്ടോ. അത്രയും ക്ഷാമം വന്നിട്ടും അവൾ വിറ്റില്ല. പത്മോസിന്റെ ഏകാന്തതയിൽ കൊണ്ടിട്ടിട്ടും ഭക്തി വിട്ടില്ല. കർത്തൃ ദിവസത്തിൽ ആരാധിക്കാൻ മറന്നില്ല. അതുകൊണ്ട് വെളിപ്പാടിന്റെ വാതിലുകൾ തുറന്നു. യോഹന്നാനേ, എന്റെ ഭാവിയെക്കുറിച്ചൊരു പ്രത്യാശ. കാരാഗൃഹത്തിൽ കൊണ്ട് അടച്ചിട്ടും പൗലോസും ശീലാസും പാടുന്നത് നിർത്തിയില്ല, ആരാധിക്കുന്നത് നിർത്തിയില്ല. ഭക്തി വിട്ടുകളഞ്ഞില്ല. തങ്ങളുടെ പതിവ് പ്രാർത്ഥനയും ആരാധനയും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ പുതിയ ദിവസത്തിൽ പാടി ആരാധിക്കുന്നത് പതിവ് വിട്ടുകളഞ്ഞില്ല. പൗലോസേ, മാസിഡോണിയൻ കോളിൽ നീ കണ്ട മക്കതോന്യക്കാരൻ വെളിപ്പെട്ട് വരണമെങ്കിൽ നിന്റെ പതിവ് നീ ആവർത്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ മറന്നുപോയ ചില പ്രവചന ശബ്ദങ്ങൾ പോലും അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം ഇനീഷ്യേറ്റീവ് എടുത്തു. ഇവിടെ പുരോഹിതന്മാർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല, മഹാപുരോഹിതന്മാരെടുത്തിട്ടില്ല, മറ്റാരും തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല. ഒരു ദൈവശബ്ദം കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവ ഇനിഷ്യേറ്റീവ് എടുത്തു. അതെ, മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചിട്ട് നീ പാപം ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് നീ എവിടെയാണെന്ന് അന്വേഷിച്ച്, ദൈവമേ അങ്ങ് എവിടെയാണെന്ന് അന്വേഷിച്ച് നീ പോകുന്നതിന് പകരം നീ എവിടെയാണെന്ന് അന്വേഷിച്ച് വരുന്ന ഒരു ദൈവം, ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിച്ചു കളയാൻ കഴിയില്ല. സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. എന്തെങ്കിലും ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? ഭാവിയെക്കുറിച്ച്, തലമുറയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച്, ആ ജോലി സ്ഥാനത്തെക്കുറിച്ച്, പ്രിയപ്പെട്ടവനെക്കുറിച്ച്, പ്രിയപ്പെട്ടവളെക്കുറിച്ച്, ആ സഹവിശ്വാസിയെക്കുറിച്ച്, വല്യപ്പച്ചൻ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെ, എന്ത് നടക്കും? തക്ക സമയത്ത് നിവർത്തി വരാനുള്ള വാക്ക്, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള ഈ വാക്ക് നീ വിശ്വസിക്കായതുകൊണ്ടെന്ന് പറഞ്ഞാണ് സെഖര്യാവിനെ ശാസിക്കുക, മിണ്ടാതാക്കുക. തക്ക സമയത്ത് നിവർത്തി വരാനുള്ള ഈ വാക്ക് പറഞ്ഞു തുടങ്ങിയത് സെഖര്യാവേ നിന്റെ വല്യപ്പച്ചൻ്റെ കാലത്ത്. അത് നിന്റെ കാലത്താണ് നിവർത്തി വരാൻ പോകുന്നത്. അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ, ദൈവം എനിക്ക് തന്ന ശുശ്രൂഷയുടെ, ആ ദൈവസഭയുടെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു പ്രത്യാശയുണ്ട്.
ധൈര്യപ്പെടും. പ്രത്യാശയുണ്ട്. ആ കുഞ്ഞിനെ ദൈവം മറക്കില്ല. ഇന്ന് ധാരാളം മാതാപിതാക്കളുടെ സങ്കടം എന്താണെന്നറിയാമോ? വളരെ ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുണ്ടും മുറുക്കിയെടുത്ത് മക്കളെ വളർത്തി. അവർ വിദേശ രാജ്യങ്ങളിലേക്കും പലയിടങ്ങളിലേക്കും പോയി. അവർ സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി ഒക്കെ വിശാലതയിലേക്ക് വന്നു. ഇന്ന് അവർക്ക് മാതാപിതാക്കളെ വേണ്ട. ഒത്തിരി മാതാപിതാക്കൾ അനുഭവിക്കുന്നൊരു സങ്കടമാണ്. അവരെ വേണ്ട. അവരെ കാണാൻ വരുന്നില്ല, അവരെ ഒന്ന് ഫോൺ ചെയ്യുന്നില്ല, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ ഈ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വർഗം എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? മക്കൾ മറന്നാലും, മരുമക്കൾ മറന്നാലും, അപ്പൻ മറന്നാലും, അമ്മ മറന്നാലും, മറക്കാതെ തക്ക സമയത്ത് അതിന് നിവർത്തി വരത്തക്കവണ്ണം സ്വർഗം ഇനിഷ്യേറ്റീവ് എടുക്കും. പ്രാർത്ഥിക്കും. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സൗഖ്യപിതാവേ, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു പ്രത്യാശയുണ്ട്. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഈ ദൂത് കേട്ട പ്രിയപ്പെട്ടവർ, അവരുടെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഭാരമോ, പ്രയാസമോ, വേദനയോ, നിരാശയോ, എല്ലാ പ്രതീക്ഷയും കൈവിട്ട അനുഭവമോ ഉണ്ടെങ്കിൽ ഈ വചനം കൊണ്ട് അങ്ങയെ ആശ്വസിപ്പിക്കണം, ഉറപ്പിക്കണം. വചനത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണാൻ ഇടയാക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.